UDF അധികാരത്തിലെത്തുമ്പോൾ കേരളത്തിന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഒന്ന്, ശക്തമായ വടംവലിയോടുകൂടി KCO, RCO, VDO ആര് മുഖ്യമന്ത്രിയായാലും ഏറ്റവും മുകളിലുള്ള നേതൃനിരയിൽ തന്നെ സ്പ്ലിറ്റ് ഉണ്ടാകും. മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തെ അംഗീകരിക്കാത്തവർ ഉണ്ടാകും, ഒരു സംശയവും അതിൽ വേണ്ട. ഒരു മന്ത്രിസഭാ യോഗത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒരു സ്റ്റാൻഡ് പറയാൻ, ഈ നാടിന് ഏതെങ്കിലും വലിയ ആപത്തുകൾ ഉണ്ടാവുമ്പോൾ ഏറ്റവും വലിയ രീതിയിൽ സ്പീഡിൽ ആക്ഷൻ എടുക്കേണ്ടത്, അതാണ് LDF-ൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ ഒരു ഐക്യം എന്ന് പറയുന്നത്. ദുരന്ത മുഖത്ത് ഒരു തീരുമാനമെടുക്കാൻ ആലോചനയില്ല, എടുക്കുക തന്നെ, അണിനിരക്കുക തന്നെ അതിന് പുറകിൽ. അതായിരുന്നു കഴിഞ്ഞ 10 വർഷം ഈ നാട് കടന്നു കഴിഞ്ഞു പോയത്. ഇനി അത് ഉണ്ടാവില്ല. കാരണം മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നവൻ പോലും ചൂടറിഞ്ഞേ ഇരിക്കൂ എന്നുള്ളത് കൊണ്ട് തന്നെ. രണ്ട്, ഏതു തരത്തിലും ഈ പാർട്ടിയിൽ നിന്ന് അതൃപ്തരായ നേതാക്കൾ BJP-യുടെ കാവ്യ രാഷ്ട്രീയത്തോട് ചേരാനുള്ള സാധ്യത 99% 100% വേണ്ട ശതമാനക്കണക്ക് പോയിരിക്കും. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു അച്ചുതണ്ടിനെ വിമർശിക്കുന്നവർ പിണറായി എന്ന് പറയുന്ന ശക്തനായ നേതാവ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഉള്ളതിന്റെ അഡ്വാൻറ്റേജ് കൂടി കഴിഞ്ഞ 10 വർഷം എടുത്തിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. രണ്ട്, ഈ പറയുന്ന എത്ര നേതാക്കൾ BJP-യിലേക്ക് പോകുമെന്ന് നമ്മൾ കണ്ടറിയുക തന്നെ വേണം, ഒരു സംശയവും അതിൽ വേണ്ട. അതൃപ്തരായ നേതാക്കൾ ഏത് നിമിഷവും BJP-യിലേക്ക് പോകുന്ന തീരുമാനമുണ്ടാകും എന്നുള്ളതാണ്. മൂന്ന്, ഘടകകക്ഷികളുടെ ബാഹുല്യം. ഘടകകക്ഷികളൊക്കെ വളരെ ശക്തരായാണ് നിൽക്കുന്നത്. എല്ലാവർക്കും ആവശ്യത്തിൽ കൂടുതൽ MLA-മാരുണ്ട് എന്നുള്ളതാണ്. ഈ MLA-മാരെ വെച്ച് മന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലി കൂടി വിജയിക്കുന്നവർക്ക് കുറെ കിട്ടും, തോൽക്കുന്നവർക്ക് കിട്ടില്ല. പക്ഷേ അതൃപ്തരാകുന്ന ഘടകകക്ഷികൾ കാത്തു നോക്കിയിരിക്കും. ഏതെങ്കിലും തരത്തിൽ UDF-നെ പ്രതിരോധത്തിലാക്കേണ്ടി വന്നാൽ നിശബ്ദമായല്ല, ശക്തമായി തന്നെ ഈ ഘടകകക്ഷികൾ ഉണ്ടാവും. എന്താ അതിന്റെ ആകത്തുക? അതിന്റെ സമ്മറി കൺക്ലൂഷൻ എന്താ? ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ, സമുദായ സമവാക്യങ്ങളിൽ ആടിയുലയും ആ ക്യാബിനറ്റ് എന്നുള്ളതാണ്. 100% അസ്ഥിരമായ ഒരു ഗവൺമെന്റ് ആയി മാറും എന്നുള്ളതാണ്. 35 വേണ്ടടോ, 3 മതി ഈ ഗവൺമെന്റിനെ എതിർക്കാൻ നിയമസഭയിലെന്ന് സഖാക്കൾ ഇടതുപക്ഷക്കാർ എന്ന് പറയുന്നതും അതുകൊണ്ടായിരിക്കും. കേരളം കണ്ട ഏറ്റവും വലിയ അസ്ഥിരമായ ഒരു ഗവൺമെന്റ് ആയിരിക്കും ഇത്തവണ അധികാരത്തിൽ 16ാം നിയമസഭയിൽ അണിനിരക്കുക എന്ന് പറയാതെ വയ്യ. കാരണം എല്ലാവരും ശക്തരാണ്. ശക്തരായവരുടെ വാദം കൂടും, ശക്തരായവരുടെ വോയിസിന് കനം കൂടും. ആ കനത്തെ അംഗീകരിക്കാൻ ഒരു നായകൻ വേണം. ആ നായകനോ അസ്ഥിരതയിൽ കെട്ടിപ്പടുത്ത കസേരയിൽ ഇരിക്കുന്നയാൾ. 3 നേതാക്കന്മാർ മത്സരിച്ചപ്പോ 2 നേതാക്കന്മാരെ ചവിട്ടി വീഴ്ത്തി ഹൈക്കമാൻഡിനെ കൺവിൻസ് ചെയ്ത് മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്നയാൾ. അയാൾ പോലും അസ്ഥിരനാണ്, അയാൾ പോലും അസ്വസ്ഥനാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഏറ്റെടുക്കുക, ഒരൊറ്റ ശബ്ദമായി ഈ സംവിധാനത്തെ കൊണ്ടുപോവുക കഴിയില്ല തന്നെ, ഒരു സംശയവും അതിൽ വേണ്ട. കേരളം കാത്തിരിക്കുന്നത് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് ആയിരിക്കുമെന്ന് പറയാതെ വയ്യ.